അവനെ ഇന്ന് ഞാൻ ശരിയാക്കി കൊടുത്തേനെ. അവൻ എന്നെ കാണുമ്പോ മാത്രമേ ഷോ. അവന് ഏതവൻ? ആര്? എന്താ പോയി പ്രശ്നം പറയടി. ആ ഡിങ്കു. ഡിങ്കു? ഏത് ഡിങ്കു? ഓ, നിന്നോട് പഠിക്കുന്ന പിള്ളേരല്ലാണോ? ആ ചേട്ടാ, ഞാൻ അവിടെ ഷൈൻ ചെയ്തത് അവനെ പിടിക്കുന്നില്ല. പിള്ളേരെല്ലാവരും എന്റെ കൂടെ ആണല്ലോ നടക്കുന്നത്. അവൻ ഹീറോ ആ നോക്കിട്ട് നടക്കുന്നില്ല. എന്റെ കുടുംബക്കാരെ പറഞ്ഞ എനിക്ക് പിടിക്കത്തില്ലെന്ന് അവൻ അറിയാം. അവനൊന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് കണക്കിന് കൊടുത്തു. അങ്ങോട്ട് ക്ലിയർ ആവണില്ല. കനകാന്റി എന്താന്ന് പറയൂ പ്ലീസ്. நான் சொல்லி கொடுக்கறேன்டா. അങ്ങനെ പറ വരട്ടെ. டேய், நான் இவளோட டியூஷன் கிளாஸ்ல போகும்போது இவ தனியா வெளியில நின்னுட்டு இருக்கா. 3 பேர்கிட்ட தனியா சண்டை போட்டுட்டு இருக்காடா. എന്താ പറഞ്ഞു? 3 பேர்கிட்ட இவ தனியா சண்டை போட்டுட்டு இருக்கா. 3 പേരെടുത്താ? ഒറ്റയ്ക്കാ? ആന്റി ഒന്നും മിണ്ടായിരുന്നാ മതിയായിരുന്നു. ഞാൻ അവനെ തൂക്കെടുത്ത് തറ അടിച്ച. കേളു പാറു, പെമ്പിള്ളേരെ ആമ്പിള്ളേരെ കുറിച്ച് അങ്ങനൊന്നും പറയാൻ പാടില്ല. ആ വർത്താനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താ പെമ്പിള്ളേർക്ക് പറഞ്ഞ? അപ്പൊ ആമ്പിള്ളേർക്ക് പെമ്പിള്ളേരെ പറ്റി എന്ത് വേണമെങ്കിലും പറയാവുന്നോ? അതൊന്നും ഇവിടെ നടക്കൂല. അല്ല, കാലം മാറിയതൊന്നും ഭവാനി അറിഞ്ഞില്ലേ? ചേച്ചി അത് വിട്. എവിടെ രണ്ടില്ല? ആ സോറി, ഇത് സാധനം മാറിപ്പോയി. ആ എന്താ നിന്റെ പ്രശ്നം? ചേച്ചിക്ക് അറിയാവോ, 2 വർഷമായി ആ പ്രശ്നം തുടങ്ങിയിട്ട്. ഏത് പ്രശ്നം? ഈ പ്രശ്നം. ഏത് പ്രശ്നം പറയടി? ഈ പ്രശ്നം, ആ പ്രശ്നം, മറ്റേ പ്രശ്നം. അവൻ എന്റെ കൂടെ പഠിക്കുന്നതാ. അവന്റെ കൂടെ 2 ശിങ്കിടികളും ഉണ്ട്. അല്ല, ഈ പറഞ്ഞ ശിങ്കിടികൾക്ക് പേര് നാളും വല്ലതും ഉണ്ടോ? ഷിൻഡു, കിട്ടൂസ്. ഓ, അപ്പോ ഈ പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേര് ഡിങ്കു. ബാക്കി പറ. പെറ്റ് നെയിമാ ഇതൊക്കെ. ആണല്ലേ? பாரு, நீ எதுக்கு அவங்கள்ட்ட போய் சண்டை போடணும்? அவங்க ஏதா சொல்லிட்டு போட்டும், நீ உனக்கு பேசாம வரலாம்ல. അങ്ങനെ പേസാതെ വരാനൊന്നും പറ്റത്തില്ല. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അടി മേടിച്ചിട്ട് വീട്ടിലോട്ട് വന്നിട്ടില്ല. അത് കണ്ടാ ഞാനും വളർന്നത്. അല്ല, നിന്നെ അവന്മാര് തല്ലിയോ? ഇല്ല, ജസ്റ്റ് മിസ്. എന്റെ കൊച്ചെ, നീ ആദ്യം ഒന്ന് അടങ്ങ്. ചേച്ചി, അവന് ഭയങ്കര മോടയാ. നമ്മുടെ കുടുംബത്തിലെ കഥയെല്ലാം പിള്ളേർക്ക് അറിയാം. അവരാരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉടനെ പറയും തള്ളു. അത് കേൾക്കുമ്പോണ്ടല്ല എനിക്ക് എരച്ചങ്ങ് കേറും. കൊച്ചു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞോണ്ടെങ്കിൽ ഇങ്ങനെ ചിരിക്കരുത് കേട്ടോ. മക്കളുടെ കൂടെ പഠിക്കുന്നവരല്ലയോ, സന്തോഷമായിട്ട് സ്നേഹമായിട്ട് ഒന്ന് പോയാ പോരെ. ഭയങ്കര കൂട്ടാമ്മൂമ്മേ. അവൻ എന്നും മിഠായി കൊണ്ടുവരും. പിള്ളേർക്കൊക്കെ കൊടുക്കും, പക്ഷെ എനിക്ക് തരത്തില്ല. അത് മാത്രമല്ല, ഇന്ന് ട്യൂഷൻ ക്ലാസ് വെച്ച് അവൻ എന്തോ എന്നെ വിളിച്ചതെന്നറിയോ? എന്തുവാ? പാറമട പാറൂന്ന്. பாரமட பாரு, ரொம்ப அருமையான பேரு. அவரு வேற பேரெல்லாம் கூப்பிடல. பின்ன நீ எதுக்கு போய்ப்பா சண்டை போடணும்? വേറെ പേരൊക്കെ വിളിക്കാറുണ്ട്. അതിവിടെ പറഞ്ഞു കഴിഞ്ഞാ നിങ്ങളും ആ പേര് തന്നെ വിളിക്കും. പാറേ, എന്തരാണ് നീ ഒരു പൊടിക്ക് ഒതുങ്ങ് വിട്ടേളാ. ഒന്നാമത് എപ്പതാണ്ട് ബാക്കി എല്ലാരും ഒതുങ്ങി സ്വസ്ഥ സമാധാനമായിട്ട് ജീവിച്ചു പോവാണ്. നെയ്യായിട്ട് എന്തിനാണ് വെറുതെ തുടങ്ങിയേക്കണേ? അത് തന്നെ, വിട്ട് കളവച്ചേ. ഇതൊക്കെ സിമ്പിള് കേസല്ലേ. അവന്റെ അടുത്ത് കൂട്ടാനൊക്കെ ഞാൻ നോക്കിയതാ, പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അവൻ എന്റെ അടുത്ത് എന്തോ വൈരാഗ്യം ഉള്ളതുപോലെ. അവന് സ്കൂളിലെ രാജാവാണ്. അപ്പൊ കൊച്ചെന്തോടുത്ത രാജ്ഞിയാണോ? അമ്മൂമ്മയൊന്നും മിണ്ടായിരുന്നേ. ഇപ്പൊ ആരെയാ കളിയാക്കുന്നതെന്നറിയോ? ആരെയാ? കേശവണ്ണെ. എന്നെ എന്തൊരു വിളിയാക്കണേ? ചേട്ടന്റെ അടുത്ത ഹീറോ എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതാരെങ്കിലും ഒന്ന് പറഞ്ഞ അവൻ അപ്പ പറയും കള. പിന്നെ അവൻ പറയുന്നത് എന്താന്നറിയോ? ചേട്ടന് പറ്റിയൊരു പൊട്ട ബുള്ളറ്റും കൊണ്ടാ നടക്കുന്നേ. പിന്നെ അങ്ങനെ പിള്ളേരല്ലേ, അങ്ങനെ അസൂയം കുശുമ്പൊക്കെ തോന്നുമ്പോ അങ്ങനെ പലതും പറയാം. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചിലവർക്ക് ഭയങ്കര ആരാധനയാണ് നമ്മളോട്, ചിലവർക്ക് അപ്പൊ ഇതേപോലെ ഹേറ്റേഴ്സ് ഉണ്ടാവും. ശരിയാ ചേട്ടാ, ചേട്ടനെ അവൻ എന്താ വിളിക്കുന്നേന്നറിയോ? എന്തുവാ? പഴവിഴുങ്ങി കേശു. അമ്മുമ്മ, ഉടനെ എന്തെങ്കിലും സംഭവിക്കും. അപ്പൊ നിങ്ങൾ ആരും എന്നെ കുറ്റം പറയരുത്. എന്റെ കേശവണ്ണ ലജ്ജിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ വിട്ടു കൊടുക്കത്തില്ല. അമ്മമ്മേ, ഓ എനിക്ക് കുറച്ച് പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്. അമ്മമ്മ മുട്ടയും പാലും ഒക്കെ എടുത്തോ. പ്രോട്ടീൻ അല്ല പക്ഷേ ആ യൂണിവേഴ്സിന്റെ ഇതിൽ ഞാൻ എവിടെ നിന്ന് വന്ന്? അയ്യോ ബാഗ് കൊണ്ട് അടുക്കള പോണു. അവിടെ വല്ല വെച്ചേക്കണം. പ്രോട്ടീൻ തരാന്ന് പറഞ്ഞിട്ട് ഉണക്ക ബിസ്ക്കറ്റ് നിൽക്കുന്നു. അമ്മമ്മ പ്രോട്ടീനോടെ പോർട്ടീൻ അടുപ്പേ കിടന്ന് തിളയ്ക്കുന്നേ, ഇതൊന്ന് തിളയ്ക്കണ്ടേ? എന്നാ പിന്നെ പാലുവാ. പാലടപ്പേ വെച്ചൊന്ന് തിളപ്പിക്കണ്ടായോ? പെട്ടെന്ന് വേണം കേട്ടോ. ഓ ആയിക്കോട്ടെ, പെട്ടെന്ന് തരാവേ. അങ്ങനെ ഇന്ന് ഞാൻ ശരിക്കും വിളച്ചിടങ്ങും കൂടുതൽ തല കയറി നിറങ്ങും. എന്തോന്ന് കിടന്ന് പുരുവർക്കണം? ചേച്ചി, നമ്മൾ നന്നാവാൻ നോക്കുമ്പോ ആരെങ്കിലും വന്നൊന്ന് തോണ്ടും. അപ്പൊ നമുക്ക് ദേഷ്യം വരത്തില്ലേ? ആ പിന്നെ ദേഷ്യം വരും. ഫോർ എക്സാമ്പിൾ, ഞാൻ തന്നെ ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ നേരത്തെ ആരെങ്കിലും ഒക്കെ വന്ന് തോണ്ടും. പിന്നെ ദേഷ്യം വരാതിരിക്കൂ? പക്ഷേ ഇന്ന് നല്ലൊരു അവസരമായിരുന്നു. അപ്പത്തേക്ക് ആന്റി വന്നങ്ങ് കുളവാക്കി. நான் என்ன செஞ்சேன் பாரு? ആന്റി ഒന്നും സെഞ്ചില്ല. ഓ, ആ ട്യൂഷൻ ക്ലാസ്സിന്റെ ഫ്രണ്ട് വെച്ച് അവന്റെ കൊളകളാന്നുള്ള നിക്കർ ഞാൻ ഊരിക്കളഞ്ഞ. പാറു എന്തോന്നൊക്കെ പറയണായിരുന്നു. ചേട്ടാ, അവന്റെ നിക്കറായിരുന്നു എന്റെ ലക്ഷ്യം. വേറെ നിവർത്തിയില്ല കേട്ടാ. ചെയ്യുമ്പോ കുറച്ച് കടുപ്പിച്ച് തന്നെ ചെയ്യണം. കാറ് നടുറോട്ടി വെച്ച് ഡിങ്കുവിന്റെ നിക്കർ ഊരിന്ന് ആരെങ്കിലും അറിഞ്ഞ അവൻ അതോടെ വീഴും. അവനൊരു പേര് വീഴും. என்ன பேரு? നിക്കർ ഊരീന്ന്. ഇവിടെ ആരും കുഴപ്പമില്ല. ഇപ്പൊ നീയാ ഇവിടുത്തെ പ്രശ്നം. അമ്മമ്മ, പറയിപ്പിക്കാൻ ആരെങ്കിലും വേണ്ടേ? എനിക്കിപ്പോ നല്ല മാർക്കൊക്കെ കിട്ടിയപ്പോ അവനങ്ങ് കുത്തല് കൂടി. பாரு, இனியும் நீ நல்ல குழந்தையா நல்லா படிச்சேன்னா இந்த சண்டை போட்டவங்க எல்லாம் திரும்பி வருவாங்க. ആന്റി, അവനിപ്പോ എന്തോ പറയുന്നേന്നറിയോ? ഞാനിപ്പോ കോപ്പ അടിച്ചിട്ടാ മാർക്ക് മേടിക്കുന്നേന്ന്. അവന് ഒരു കണക്കിനും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്റെ പൊന്നു പാറു, നിനക്ക് അത്രയ്ക്ക് സഹിക്കാൻ വൈകി. ഒരു കാര്യം അങ്ങ് ചെയ്, അവനായിട്ട് നല്ലൊരു പണിയും കൊടു. കടിപ്പിക്കരുത് കേട്ടല്ലേ? കൊച്ചിനും ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞു കൊടുക്കല്ലേട്ടാ. അത് തന്നെ. പക്ഷെ ഉണ്ടല്ലോ, ആ നിക്കർ ഊരുന്ന ഐഡിയ അതെനിക്ക് ഇഷ്ടപ്പെട്ട്. പാറു എങ്ങാനും അത് ചെയ്താണ്ടല്ലോ നിന്നെ ഫ്രണ്ട് നാണം കെടും ഉറപ്പാ. ലച്ചുവേ, അല്ല, ഞാൻ അങ്ങനെ ചെയ്യണം എന്നല്ല പറഞ്ഞത്. എനിക്ക് ആ ഐഡിയ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. കേശോട്ടാ, കേശവൻ എന്റെ കൂടെ ഒന്ന് ട്യൂഷൻ ക്ലാസ്സിലോട്ട് വരണം. അവനെ ഒന്ന് വരട്ടാൻ. അവിടുന്ന് പിന്നെ പപ്പ പിള്ളേരെ ഞാൻ വന്ന് വരട്ടാൻ പോവല്ലേ? നിങ്ങൾ തരക്കാർ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ തല്ലി തീർക്കോ പ്ലീസ്. കേശോട്ടാ, പെൺകുട്ടികളൊക്കെ പേടിച്ചിട്ട് എന്റെ കൂടെ നിൽക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നോ അവന്റെ കൂടെ 2 ശിങ്കടികളും കൂടെ ഉണ്ടെന്ന്? ഇങ്ങനെ പോയി കഴിഞ്ഞാ അവന് വിളച്ചില് കൂടും. എനിക്ക് പിന്നെ സ്കൂളിലും ട്യൂഷൻ ക്ലാസ്സിലും ഒന്നും പോവാൻ പറ്റത്തില്ല. മക്കളെ, ഇതൊക്കെ നിസാര കാര്യങ്ങളല്ലേ, അങ്ങ് വിട്ടുകളാ. നിസ്സാര കാര്യോ? അനുഭവിക്കുന്ന എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ചേട്ടാ, ചേട്ടൻ വരട്ടൊന്നും വേണ്ട. ചേട്ടൻ അവിടെ വന്നിട്ട് ജാടയിൽ സംസാരിച്ചാ മതി. ഡിങ്കു, എനിക്കറിയാവുന്ന പറഞ്ഞ അനിയന്മാരല്ല തന്നെ ചേച്ചി. ചേട്ടാ, ചേട്ടനൊന്ന് വന്ന് കണ്ടു നോക്കും, അപ്പൊ ആളെ മനസ്സിലാവും. എന്തായാലും ഒന്ന് പോയി കാണടാ. എന്നിട്ട് ആ പയ്യനൊരു മിഠായിയൊക്കെ മേടിച്ചു കൊടുത്ത് ഇവരുടെ പിണക്കമൊക്കെ മാറ്റി ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ അതൊന്ന് സെറ്റ് ആക്കി. ഓ, മിഠായി ഒന്നും മേടിച്ചു കൊടുക്കണ്ട. അപ്പൊ അവൻ വിരായിക്കും അവന്റെ മുമ്പിൽ നമ്മള് തല കുനിച്ച് കാണിച്ചത്. ചേട്ടാ, ഓ, ചേട്ടൻ ജാടയിൽ സംസാരിച്ചാ മതി. ഇപ്പം പാറു ഇത്രയും പറയണ സ്ഥിതിക്ക് പറയണേ വന്ന് പോയിട്ടല്ലേ പോയി സോൾവ് ചെയ്തിട്ട് വാ. അല്ലെങ്കിൽ ഇവര് തമ്മിൽ കൈകാര്യം ചെയ്തല്ലേ അത് പിന്നെ സീരിയസ് വിഷയവും. നമ്മളെ ഡീൽ ചെയ്യാം. അമ്മമ്മ, ഫോട്ടോൻ എടുത്തു നോക്ക്. ഓ എടുക്കാവേ. അമ്മൂമ്മ കൂടെ ചോദിക്കാൻ പോണോ ഞാനല്ലേ? എനിക്കും പോട്ടിയുണ്ട്. അമ്മമ്മ, കേശവന്റെ ഫോട്ടോയും കൊടു. ആ കൊടുക്കാം. മാഡം ഇവിടെ വലിയ ഗുണ്ട കളിക്കുന്ന പരിപാടിയൊക്കെ കൊള്ളാം. കുറെ നേരം കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു വിചാരിക്കുക. എന്തുവാ? പ്രോട്ടീൻ അല്ല, പ്രോട്ടീൻ പറഞ്ഞേ. പ്രോട്ടീൻ. പ്രോട്ടീൻ. ആ പ്രോട്ടീൻ. പ്രോട്ടീൻ. ആ ഉള്ള കുറെ നേരം കൊണ്ട് പോർട്ടീനും കൊണ്ട് പറയണത്.